പ്രൈസ് ദ ലോർഡ്. താൻ അരുളിച്ചെയ്തത് നിവർത്തിക്കുന്ന നമ്മുടെ ദൈവമായ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനത്തിലെ വളരെ പണ്ടേയുള്ള ഒരു അതുല്യമായ കാവ്യത്തിലൂടെ നാം പഠനം നടത്തുകയായിരുന്നുവല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ദെബോര എന്ന കഥാപാത്ര പഠനത്തിന്റെ 14-ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ദെബോര എന്ന കഥാപാത്രത്തിന്റെ ഈ ക്ലാസ്സിൽ നമുക്ക് ആ സാഹിത്യ സൃഷ്ടിയുടെ മറ്റ് പ്രത്യേകതകൾ ഒന്നിച്ചു ചിന്തിക്കുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 പ്രത്യേകതകൾ പഠിക്കുവാനായിട്ട് നമ്മളെ ദൈവം സഹായിച്ചു. ലോക കാവ്യ സാഹിത്യത്തിൽ ഉന്നതമായ ഒരു പങ്ക് വഹിക്കുന്ന നിലയിൽ വളർന്നിരിക്കുന്ന ഒരു കാവ്യമാണ് ദെബോര എന്ന പ്രവാചകയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ പഠനത്തിന്റെ തുടർ പഠനമെന്ന നിലയിൽ ഈ ക്ലാസ്സും മുമ്പോട്ട് നയിക്കുവാൻ ക്രിസ്തുയേശുവിൽ ശരണപ്പെടുന്നു. ഇസ്രായേൽ എന്നുള്ള കൂട്ടായ പദത്തിൽ 12 ഗോത്രങ്ങളും ഉൾപ്പെടുന്നുവല്ലോ. 6-ാമതായി യുദ്ധത്തിനായുള്ള പുറപ്പാടിൽ സഹകരിച്ച ഗോത്രങ്ങളെയും സഹകരിക്കാത്ത ഗോത്രങ്ങളെയും തന്റെ ഗാനത്തിൽ ദെബോര ഉൾപ്പെടുത്തുന്നു. യുദ്ധത്തിനായുള്ള ആർപ്പ് വിളി അംഗീകരിച്ചുകൊണ്ട് ഗോത്രങ്ങൾ പങ്കെടുത്തു. എഫ്രയീം, ബെന്യാമീൻ, മനശ്ശെ, സെബൂലൂൻ, ഇസ്സാഖാർ, നഫ്താലി എന്നീ ഗോത്രങ്ങളെ പേരുപേരായി അഭിസംബോധന ചെയ്യുവാൻ ദെബോര ശ്രദ്ധിക്കുന്നു. എന്നാൽ രൂബേൻ, ഗിലെയാദ്, ദാൻ, ആശേർ എന്നീ ഗോത്രങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നതും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവർ വരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിലും അവർ പങ്കെടുക്കാതെ പോകുന്നതായി നാം വായിക്കുന്നു. ബെന്യാമീൻ ഗോത്രങ്ങളിൽ വച്ച് വളരെ ചെറിയ ഗോത്രം ആയിരുന്നുവെങ്കിലും യുദ്ധം നയിക്കുന്നതിൽ പങ്കുള്ളവരായി തീർന്നു എന്നത് വളരെ പ്രശംസനാർഹമാണ്. യഹൂദാ ഗോത്രവും ശിമിയോൻ ഗോത്രവും യുദ്ധപ്രദേശത്തു നിന്നും വളരെ അകലെ ആയിരിക്കിയാൽ അവരെ സംബന്ധിച്ച് യാതൊന്നും ദെബോര പ്രതിപാദിക്കുന്നതായി കാണുന്നില്ല. അവരുടെ സഹകരണം അതിനാൽ സാധ്യമല്ല എന്നുള്ള പ്രായോഗിക ചിന്ത ഉണ്ട്. എന്നാൽ അടുത്തായിരിക്കുന്നവരിൽ നിന്നുള്ള സഹകരണമില്ലായ്മ തന്നിൽ ഉളവാക്കിയ വേദന ദെബോര മറച്ചു വയ്ക്കുന്നില്ല താനും. അക്കാര്യം ഒരു ജാതികളുടെ മധ്യേ ഉളവാക്കാവുന്ന അപമാനത്തിന് സാധ്യത ഏറെയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്ന് സദൃശ്യവാക്യങ്ങൾ 3:27 നാം വായിക്കുന്നു. ആത്മീയമായോ ഭൗമികമായോ ഒക്കെ ആകട്ടെ, നാം ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ കൂടെ കഷ്ടം അനുഭവിക്കാനും മാനത്തിൽ കൂടെ സന്തോഷിക്കുവാനും മറക്കരുത് എന്ന വിലയേറിയ ഓർമ്മപ്പെടുത്തലാണ് ദെബോര നമുക്ക് നൽകുന്നത്. 7-ാമതായി, താൻ ന്യായപാലനം ചെയ്യുന്ന ജനത്തിലെ ഓരോ ഗോത്രത്തിന്റെയും ആത്മീയവും ഭൗതികവുമായ നിലയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാട് ദെബോറയ്ക്ക് ഉണ്ട് എന്നുള്ളത് ദെബോറയുടെ ഗാനത്തിൽ വ്യക്തമാണ്. യുദ്ധക്കളത്തിൽ അവർ എപ്രകാരം പ്രയത്നിച്ചു എന്നുള്ളതും ദെബോറയ്ക്ക് അറിവുണ്ട്. ഗാനത്തിലൂടെ ദെബോറയുടെ നല്ല ഗുണവും വ്യക്തമായി വെളിപ്പെട്ടു കാണുന്നു. സെബൂലൂൻ തന്റെ പ്രാണൻ ത്യജിച്ചുകൊണ്ട് ആത്മാർത്ഥമായി യുദ്ധത്തിൽ പോരാടി എന്നുള്ള സാക്ഷ്യം പറയുവാൻ ദെബോറ മറക്കുന്നില്ല. സെബൂലിനൊപ്പം നഫ്താലിയുടെ ധൈര്യത്തെയും ദെബോറ വാഴ്ത്തുന്നു. ഇരുമ്പ് രഥങ്ങളെ ധീരതയോടെ നേരിട്ട ധൈര്യത്തെയും മരണത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു എന്ന നല്ല സാക്ഷ്യം ദെബോറ എന്ന മാതാവ് അഭിമാനത്തോടെ പാടുന്നു. എന്നാൽ തന്റെ മക്കളെ ഓർത്ത് വിലപിക്കുന്ന ഒരു മാതാവിന്റെ കരച്ചിൽ ശബ്ദം സഹകരിക്കാതെ സഹായഹസ്തം പുറപ്പെടുവിക്കാത്ത ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുവാൻ സാധിക്കുന്നു. ആട്ടിൻകൂട്ടങ്ങൾക്കിടെ തൊഴുത്തുകൾക്കിടയിൽ പാർത്തുകൊണ്ട് യാതൊരു കാരണവശാലും പുറത്തേക്ക് വരാൻ സാധിക്കില്ല എന്ന ഇടുങ്ങിയ സ്വാർത്ഥ മനോഭാവം രൂബേനിൽ കാണുന്നു. അപ്രകാരം പ്രവർത്തിക്കുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ദാനാകട്ടെ തന്റെ ഭൗമിക സുഖം വിട്ടുകളവാൻ തയ്യാറായില്ല. തങ്ങളുടെ കപ്പലുകളെ വിട്ടുകളയുവാൻ തയ്യാറായില്ല. എന്നാൽ സെബൂലൻ ഇതേ പ്രവൃത്തി ചെയ്യുന്നവർ ആയിട്ടും അത് ഉപേക്ഷിച്ചും കൊണ്ട് തന്റെ പരിവേഷണത്തിൽ
സജീവമായി നിന്നു എന്ന വ്യത്യസ്തമായ സാക്ഷ്യം രണ്ടു മക്കളെ സംബന്ധിച്ച് ഒരു മാതാവ് ഇവിടെ രേഖപ്പെടുത്തുന്നു. ആശേർ ഗോത്രമാകട്ടെ അനങ്ങാതിരുന്നു കൊണ്ട് സങ്കേതങ്ങളിൽ ആശ്രയവും താൽപര്യവും കണ്ടെത്തുന്നവർ ആയിരുന്നു എന്ന് വളരെ ഹൃദയഭേദകമായി ദെബോറ പാടുന്നു. എട്ടാമതായി 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ശത്രു സൈന്യത്തിന്റെ വീര്യവും വീഴ്ചയും ദെബോര പാടുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കുകയും പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത ഗോത്രങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുകയും ചെയ്തതിനു ശേഷമാണ് ദെബോറ ശത്രുരാജ്യത്തിന്റെ ശക്തി രേഖപ്പെടുത്തുന്നത്. കനാന്യ രാജാക്കന്മാർ അതിശക്തിയോടെ പ്രവർത്തിച്ചുവെങ്കിലും ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി സ്വന്തം ജനത്തിൽ പലരും പ്രവർത്തിച്ചില്ല എങ്കിലും ദൈവീക ശക്തി അയച്ച് തങ്ങൾക്ക് ബലം നൽകി പ്രവർത്തിച്ച ദൈവീക ഇടപെടൽ ഓർത്തോർത്ത് ദൈവത്തെ വാഴ്ത്തുന്ന ദെബോറയെ നാം ഇവിടെ കാണുന്നു. തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഭൂമിയിലെ മറ്റു സൃഷ്ടികളെ ഒരുക്കിയ മഹാ അത്ഭുതം വർണ്ണനാതീതമാണ്. നക്ഷത്രങ്ങളെയും കീശോൻ നദിയെയും തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കി എന്നുള്ള ആലങ്കാരിക പദപ്രയോഗങ്ങൾ യഹോവയുടെ പ്രവൃത്തി ഏതെല്ലാം മേഖലകളിലൂടെ തന്റെ ജനത്തിന് വെളിപ്പെടുത്തുന്നു എന്ന ഉറപ്പ് നമുക്കും ഇന്ന് ചരിത്രം പടവുകളേറെ മാറിപ്പോയെങ്കിലും യഹോവയുടെ കരുണ തീർന്നു പോകുന്നതല്ല എന്ന് ഓർപ്പിക്കുന്നു. ശൂരന്മാർക്കെതിരെ അഥവാ അനീതിക്കെതിരെ നിലകൊള്ളാൻ യഹോവയുടെ ജനത്തിന് തുണയായി നിൽക്കാത്തവരെ നീതിമാനായ ന്യായാധിപതിയായ ദൈവം തക്ക ശിക്ഷ നൽകുമെന്നുള്ള മുന്നറിയിപ്പും ഉറപ്പും മേരോസ് നഗരത്തെ ശപിക്കുന്നതിലൂടെ വെളിവാക്കപ്പെടുന്നു. ഒൻപതാമതായി 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഹേബോരിന്റെ ഭാര്യയായ യായേലിനെ കീർത്തിക്കുന്ന ഭാഗമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ച ഒരു നാരീജനമാണ് യായേൽ. കനാന്യ രാജാവായ യാബിന്റെ സേനാപതി സീസരയുടെ മരണത്തിന് യായേലിന്റെ കൈകളെ ഉപയോഗിച്ചത് യഹോവയായ ദൈവമാണ്. ദൈവം ആരെയും എപ്പോൾ എങ്ങനെ എന്തിനേയും തന്റെ മക്കളുടെ വിടുതലിനായി ഉപയോഗിക്കും എന്നതിന്റെ തെളിവാണ് യായേലിനെ ഇസ്രായേലിന്റെ വിടുതലിനായി ഉപയോഗിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വളരെ ബുദ്ധിയോടെ കണക്കുകൂട്ടലുകൾ ഒട്ടും പാളിപ്പോകാതെ യായേൽ ഈ ഉദ്യമം നിറവേറ്റുന്നു. നായകൻ വീണാൽ അണികൾ ഓടി ഒളിക്കുന്ന പതിവാണ് യുദ്ധത്തിൽ പ്രതിഫലിക്കാറുള്ളത്. സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വീഴിക്കേണ്ടത് ആരെയാണ് എന്നുള്ള ഉത്തമ ഉദ്ദേശത്താൽ യായേൽ സീസരയുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്നു. പ്രിയരെ, ആരും പ്രതീക്ഷിക്കാത്ത യായേൽ എന്ന സാധാരണ ഒരു യുവതിയെ ദൈവം എത്ര ശ്രേഷ്ഠമായാണ് ഉപയോഗിച്ചത്. തിരുവചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകളുടെ മുഖ്യ സവിശേഷതയെല്ലാം അപ്രകാരമാണ്. തന്റെ പുത്രനെ മറിയയുടെ ശരീരത്തിൽ ഒരുക്കിയ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്താതിരിക്കുവാൻ ദെബോറയ്ക്ക് ആകുന്നില്ല. ലോകത്തിൽ അന്നുണ്ടായിരുന്നതിൽ വെച്ചും വളരെ ശക്തിയായ ഒരു രാജാവിനെയും തന്റെ പടയെയും വീഴ്ത്തുവാൻ ഗോലിയാത്ത് മല്ലനെ പരാജയപ്പെടുത്താൻ ദാവീദ് എന്ന കൊച്ചു ബാലകനെ ഉപയോഗിച്ച ദൈവത്തിന് യായേലും തന്റെ കയ്യിലെ മികച്ച പാത്രമായിരുന്നു. സാധ്യതകളെ അവസരമായി എണ്ണുവാൻ നമുക്ക് ആകട്ടെ. ഇപ്പോൾ പ്രവർത്തിക്കേണ്ട സമയത്ത് നാം തന്നെ പ്രവർത്തിക്കണം. നമ്മെ പിന്തിരിപ്പിക്കാൻ മറ്റൊന്നിനും ആകയില്ല എന്ന ഉറപ്പ് നമ്മിൽ ഭരിക്കണമെന്ന് യായേൽ പഠിപ്പിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ ശത്രു വളരെ ശക്തിയോടെ നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സർവായുധവർക്കം ധരിച്ചവരായി അത് നേരിടുവാൻ നല്ല സാക്ഷ്യം പ്രാപിച്ച് ഈ ക്രിസ്തീയ ജീവിതം മുമ്പോട്ടു പോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.